അഗ്ലി നമ്മുടെ ഓണ എക്സാം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഓണ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷിലൊരു ചാപ്റ്ററാണ് നമ്മുടെ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓണ എക്സാമിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഒരു ചാപ്റ്റർ ഫുള്ള് 10 മിനിറ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മാത്രമല്ല അതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. കിസ്സിങ് ഹാൻഡ്, ഫ്രണ്ട്, ദ ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുക. നമ്മുടെ വാംത്ത് ഓഫ് ലവ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ചെസ്റ്റർ എന്ന് പറയുന്ന ഒരു റെക്കൂൺ, നമുക്കറിയാം റെക്കൂൺസിന് അല്ലെങ്കിൽ ആനിമൽസിന് മനുഷ്യൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പിക്ചർ ബുക്ക് പോലെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത് അല്ലേ. അപ്പോൾ ചെസ്റ്റർ റെക്കൂണ് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെസ്റ്റർ റെക്കൂൺ സ്റ്റൂഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ് അല്ലേ. ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ നിന്നിട്ട് ചെസ്റ്റർ ഇങ്ങനെ കരയാണ്. എന്താണ്? അമ്മ എനിക്ക് സ്കൂളിൽ പോകണ്ട അല്ലേ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ചെസ്റ്റർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ജസ്റ്റ് എന്താ പറയുന്നത്? എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി അല്ലേ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ചാൽ മതി. എനിക്ക് എൻ്റെ ടോയ്സ് ഉണ്ട്. എനിക്കിതാ വായിക്കാൻ ഇവിടെ പുസ്തകങ്ങളുണ്ട്. മാത്രമല്ല ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്വിങ് ഓൺ മൈ സ്വിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ ആടുക. പിന്നെ സ്വിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഊഞ്ഞാലിനെ തന്നെയാണ് അല്ലേ. സ്വിങ് ഓൺ മൈ സ്വിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ആടണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് മേ സ്റ്റേ ഹോം വിത്ത് യു. അതുകൊണ്ട് പ്ലീസ് ഞാൻ അമ്മേ വീട്ടിൽ അമ്മയുടെ കൂടെ ഇരുന്നോട്ടെ, സ്കൂളിൽ പോകണ്ട, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നാണ് ആര് ചോദിക്കുന്നത്? ചെസ്റ്റർ ചോദിക്കുന്നത് അല്ലേ. അപ്പോഴേക്കും ചെസ്റ്ററിൻ്റെ അമ്മ എന്ത് ചെയ്തു? ചെസ്റ്ററിനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നസൽ ഡീസ് ചെയ്യാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുമ്പില്ലേ, അങ്ങനെ ചെയ്യാണ് അല്ലേ. കാരണം സ്കൂളിൽ പോകാൻ മടിയായിട്ട് ചെസ്റ്റർ കരയുമ്പോൾ ചെസ്റ്ററിനെ പറഞ്ഞ് സ്കൂളിൽ വിടേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അമ്മയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുക എന്ത്? Sometimes we all have to do things we don't want to do. മോനെ ചിലപ്പോൾ നമുക്കിതാ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? നമുക്കിതാ ഇഷ്ടമില്ലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ആ കാര്യം വിചിത്രമായി തോന്നും. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രം, സ്കേറി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യം നമുക്കിതാ അറിയില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം അത് പേടിപ്പെടുത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഇഷ്ടപ്പെടും. നിനക്കവിടെ പുതിയ ടോയ്സ് ഉണ്ട്, പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ഊഞ്ഞാല് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. അത് മാത്രമല്ല വീട് മിസ് ചെയ്യുമ്പോൾ ഞാൻ നിനക്കൊരു വണ്ടർഫുൾ സീക്രട്ട് പറഞ്ഞു തരാം. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം അല്ലേ. ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം നമ്മൾ പറയുകയാണ്. രഹസ്യം എന്ന് കേട്ടപ്പോഴേ നമ്മുടെ ചെസ്റ്റർ ചാടി വീണു. രഹസ്യമോ? എന്താപ്പത്? എന്ത് രഹസ്യത്തെ പറ്റിയിട്ടാണ് അമ്മ പറയുന്നത്? അപ്പൊ അമ്മ പറയാണ്, ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ച സീക്രട്ടാണ്. എന്തായിരുന്നു അത്? കിസ്സിങ് ഹാൻഡ്. എന്താണ് കിസ്സിങ് ഹാൻഡ്? നമ്മളെന്താ ആദ്യമായിട്ട് ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മളും അമ്പരന്ന് നിൽക്കും അല്ലേ. കിസ്സിങ് ഹാൻഡ് എന്താണ്? അപ്പൊ അമ്മ പറയാണ്, ചെസ്റ്റിൻ്റെ വിരലുകൾ അമ്മ എടുത്തു, കൈ എടുത്തു അല്ലേ. എന്നിട്ട് അമ്മ പറഞ്ഞു എന്താണ്? മിസ്റ്റർ റെക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. കൈ ഒരു ഫാൻ പോലെയാക്കി, അതായത് കൈ വിടർത്തി വെച്ചു. എന്നിട്ട് ചെസ്റ്ററിൻ്റെ അമ്മ എന്ത് ചെയ്തു? മിഡിൽ ഓഫ് ദ പാം, അതായത് കൈയുടെ നടുവിൽ തന്നെ ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ് അല്ലെ. ചെസ്റ്ററിന് ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. ചെസ്റ്റർ felt his mother's kiss rush from his hand up his arm and into his heart. അപ്പോൾ ഉമ്മ കയ്യിൽ നിന്ന് ഇങ്ങനെ എത്തി ഹൃദയം വരെ എത്തി. ആ ഒരു ഉമ്മ, അമ്മയുടെ ആ ഒരു ഉമ്മ ഉള്ളിലേക്ക് എത്തിയത് ചെസ്റ്ററിന് ഫീൽ ചെയ്യാൻ പറ്റിയല്ലേ. അപ്പോൾ ചെസ്റ്റർ പറയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്ററിൻ്റെ അമ്മ പറയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീട് മിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ വീട്ടിലെ സ്നേഹം മിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഈ കിസ്സിങ് ഹാൻഡ് എടുത്ത് ചീക്കിലേക്ക് അല്ലെങ്കിൽ കവിളിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോഴേക്കും വീട്ടിൽ ആ ഒരു ഫീലും അമ്മയുടെ സ്നേഹവും ഒക്കെ അനുഭവപ്പെടാൻ പറ്റും എന്ന് പറയുകയാണ് അല്ലെ. സ്കൂളിൽ പോകുമ്പോൾ അമ്മയെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കിസ്സിങ് ഹാൻഡ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കുട്ടിയുടെ ആ ഒരു വിഷമൊക്കെ മാറി കിട്ടുമെന്ന് പറയുകയാണ്. മാത്രമല്ല അമ്മ പറയുന്നുണ്ട് എന്താണ്? ഇത് മടക്കി പിടിച്ചോണം, സൂക്ഷിച്ച് വെച്ചോണം, ഇത് എവിടെയും കൊണ്ട് കളയരുത്. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന സമയത്ത് പേടിക്കണ്ട, ഇത് പോവില്ല. അല്ലാത്ത സമയം എപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചോണം. അമ്മയുടെ കിസ്സിങ് ഹാൻഡ് ഈ കയ്യിലുണ്ടെന്ന് ഓർമ്മ വേണം എന്ന് ചെസ്റ്റർ പറയുകയാണ് കേട്ടോ.
അപ്പോൾ ചെസ്റ്ററിന് സ്കൂളിൽ പോകാനായിട്ട് എന്താണ് ഒരു സന്തോഷമൊക്കെ കിട്ടി അല്ലേ. അപ്പോൾ അന്ന് രാത്രി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെസ്റ്റർ എന്ത് ചെയ്യാണ്, കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അല്ലെ, എന്തോ ചെസ്റ്റർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചെസ്റ്റർ സ്കൂളിൽ പോകുന്ന ആ സമയമായപ്പോഴേക്കും അമ്മയുടെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അമ്മയുടെ വലിയ വിരലുകൾ ഇങ്ങനെ അൺഫോൾഡ് ചെയ്യാണ് അല്ലെ, ലാർജ് ഫാമിലിയർ ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത്. അമ്മയുടെ പരിചിതമായിട്ടുള്ള ആ വലിയ കൈകൾ അവൻ വിടർത്തി വെച്ചു. എന്നിട്ട് എന്താ ചെയ്തടാ, ഹി ലീൻ ഫോർവേഡ് and kissed in the center of her hand. നേരെ ഇങ്ങനെ വന്നിട്ട് അമ്മയുടെ കൈവരിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയാണ്, എന്താണ്, അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഇരിക്കട്ടെ അല്ലെ. ചെസ്റ്റർ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ചെസ്റ്ററിനെ മിസ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ കിസ്സിങ് ഹാൻഡ് എടുത്തത് കവിളിൽ വെച്ച് കഴിയുമ്പോഴേക്കും ചെസ്റ്ററിന്റെ സ്നേഹം അമ്മയ്ക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെസ്റ്റർ എന്ത് ചെയ്യാണ്, അമ്മയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അല്ലെ. എന്നിട്ട് ചെസ്റ്റർ എന്ത് ചെയ്തു, സ്കൂളിന്റെ ബെല്ലടിച്ചപ്പോൾ ഇങ്ങനെ സന്തോഷിച്ച് തുള്ളി ചാടി പോവാണ്. പക്ഷെ ചെസ്റ്റർ പോയ സമയത്തേക്ക് അമ്മയ്ക്ക് എന്തായി, അമ്മയ്ക്ക് സങ്കടമായി അല്ലേ. മിസ്റ്റർ റക്കൂൺ വാച്ച് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദി ട്രീ ലിംബ് ആൻഡ് എന്റർഡ് ദി സ്കൂൾ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, തുള്ളി തുള്ളി നടക്കുക അല്ലേ. ചെസ്റ്റർ ഡാൻസ് ഒക്കെ കളിച്ചത് കുട്ടിമക്കൾ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോവുക, ലല്ലലാന്നൊക്കെ പറഞ്ഞ് ചാടി തുള്ളിയൊക്കെയാണ് സ്കൂളിൽ പോവുക അല്ലേ. അപ്പൊ അതുപോലെ ചെസ്റ്റർ സന്തോഷിച്ച് സ്കൂളിൽ പോകുന്നത് അമ്മ എന്ത് ചെയ്യാണടാ, ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മരത്തിന്റെ ഈ ഒരു ശിഖരം ഇല്ലേടാ, അതിനെയാണ് ട്രീ ലിംബ് എന്ന് പറയുന്നത്. അപ്പൊ അമ്മ മരത്തിന്റെ ശിഖരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെസ്റ്റർ പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ചെസ്റ്റർ പോയപ്പോ ഇപ്പൊ ആർക്കായി സങ്കടം, അമ്മയ്ക്കായി സങ്കടം അല്ലെ. കുറച്ച് നേരം അമ്മ അതിങ്ങനെ നോക്കി നിന്നിട്ട് എന്ത് ചെയ്തു, ചെസ്റ്ററിന്റെ ഒരു കിസ്സിങ് ഹാൻഡ് കവിളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് അല്ലെ. ആ കിസ്സിങ് ഹാൻഡ് എന്താ പറഞ്ഞത്, ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ആ കിസ്സിങ് ഹാൻഡ് പാടാണ് ചെസ്റ്റർ ലവ്സ് യു. അപ്പൊ അമ്മ പറഞ്ഞ ആ ഒരു സീക്രട്ട് അവസാനം അമ്മയ്ക്ക് തന്നെ നൽകിയിട്ട് പോവാണ് ആരെയാ, നമ്മുടെ ചെസ്റ്റർ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ഡിസ്ക്രൈബ് ദ പിക്ചർ, താഴെ തന്നിട്ടുള്ള പിക്ചർ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വിവരിക്കാനാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ മിസ്സിൻ്റെ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അല്ലെ, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ അതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷന് ഫുൾ മാർക്ക് കിട്ടും. അപ്പം നല്ലൊരു പിക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏതൊരു പിക്ചർ തന്നാലും നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്, എന്താണെടാ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്താണ്, നമ്മൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ അമേസിംഗ് പിക്ചർ, ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഈ പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, ആ കാര്യങ്ങൾ അതേപോലെ എഴുതി വെച്ചാൽ മതി. എന്തായി, നമ്മുടെ ഡിസ്ക്രിപ്ഷനായി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വീട് കാണാം അല്ലെ, ഇവിടെ മരങ്ങൾ കാണാം, ഇവിടെ ഒരു സ്കൂളാണ് അല്ലേ, ഇതിൻ്റെ ഒരു വോൾ ഇവിടെയുണ്ട് അല്ലെ, മതിലുണ്ട്, ഇവിടെ ചെസ്റ്റ് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂൾ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ഇവിടെ അമ്മയുണ്ട് അല്ലെ, അമ്മയുടെ കയ്യിൽ ചെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിസ്സിങ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു. അമ്മയുടെ കയ്യിൽ ചെസ്റ്റ് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. എന്താണെടാ, ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ബോയ് ആൻഡ് ഹെർ മദർ. ദ ബോയ് ഈസ് കിസിംഗ് ദ ഹാൻഡ്സ് ഓഫ് ഹിസ് മദർ. ഈ പിക്ചറിൽ നമുക്കൊരു ബോയിയെയും ആ ബോയുടെ മദറിനെയും കാണാം. ബോയ് എന്ത് ചെയ്യാണ്, അമ്മയുടെ കയ്യിൽ ഉമ്മ വെക്കുകയാണ് അല്ലെ. ബിഹൈൻഡ് ദം വി ക്യാൻ സീ എ സ്കൂൾ ആൻഡ് ദ സ്കൂൾ ഗേറ്റ്. അവർക്ക് പിന്നിലായി, ബിഹൈൻഡ് ദം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് പിന്നിലായി നമുക്കൊരു സ്കൂളും സ്കൂളിന്റെ ഗേറ്റും കാണാം അല്ലെ. there is a tree in the picture. ഈ പിക്ചറിൽ ഒരു മരം കാണുന്നുണ്ട്. the boy is wearing a school bag. ബോയ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ ബാഗ് വെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം കാണാം, അമ്മയുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് വിവരിക്കാം അല്ലെ. അപ്പോൾ ബാക്കി നിങ്ങൾ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മക്കളെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പം നോക്കി, ഇതിൽ ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പോൾ ഇത്രയൊന്നും അല്ല, കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കുണ്ട്. ഇത് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്, നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ സൈലത്തിൻ്റെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫുൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നമുക്ക് എന്ത് അവൈലബിൾ ആണ്, നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഒത്തിരി മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമാണ്. കാരണം നമ്മുടെ
ഓഗസ്റ്റ് 15 പ്രമാണിച്ച് നമുക്ക് ഓഫർ ഉണ്ട്. 10% നിങ്ങൾക്ക് ഫീസിന് ഓഫർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴത്തെ ഈ ഒരു നമ്പറിൽ താഴെ സ്ക്രോൾ പോണ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ഫീസ് കുറവിൽ ഇത്രയധികം കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിൻ്റെയും കൂടെയാണ്. അത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നോക്കി ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.